നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടെ കേരളത്തിലെ ഇടവകളിലെല്ലാം കയറിയിറങ്ങിയാണ് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം പല മെത്രാന്മാരെയും കാണുന്നു, അവരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ ആളുകളെ എല്ലാം നേരിട്ട് കണ്ട് ഈ ഒരു വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഒപ്പം ഈ അച്ഛന്മാരുടെ കൂടെ മെത്രന്മാരുടെ കൂടെയൊക്കെ മാധ്യമപ്രവർത്തകരെ കാണുന്ന ഒരു കാര്യം കൂടെ ഇപ്പൊ നടക്കുന്നുണ്ട്. പക്ഷെ എന്റെ ചോദ്യം, ഇതുകൊണ്ട് ഈ പറയുന്ന ഈ സഭയെ അല്ലെങ്കിൽ അച്ഛന്മാരെ BJPക്ക് വിശ്വസിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം ഇതുകൊണ്ട് ഉണ്ടാകും? യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ BJP ഭരണം നടത്തി BJPയോടുള്ള അല്ലെങ്കിൽ BJP എന്താണെന്ന് മനസ്സിലാക്കാനുള്ള അവസരം കേരളത്തിലെ സഭാ നേതൃത്വത്തിനും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. കൂടുതലും കേരളത്തിലാണ് ഇത്തരം നറേറ്റീവുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ ചില മാറ്റങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ മാറ്റങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് കേന്ദ്ര സർക്കാർ, കേരളത്തിൽ ഭരണം കോൺഗ്രസിനില്ല, കേന്ദ്ര സർക്കാരിലും കോൺഗ്രസിന് ഭരണമില്ല. അതുമാത്രമല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വല്ലാതെ അങ്ങ് തഴുകി തലോടിക്കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം എമർജ് ചെയ്ത് വന്നതോടുകൂടി വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം, ഏറ്റവും കൂടുതൽ ഞെരുങ്ങേണ്ടി വന്നത് അല്ലെ ഏറ്റവും പ്രശ്നത്തിലകപ്പെട്ടു പോയ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്ത്യൻ വിഭാഗമാണ് എന്ന് നമുക്കറിയാം. അതിനുമപ്പുറം മറ്റ് രാഷ്ട്രീയത്തിലുണ്ടായ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെയൊക്കെ സഭയ്ക്കും പള്ളിക്കുമൊക്കെ അമിത പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോൾ KM മാണിയാണെങ്കിലും PJ ജോസഫ് ആണെങ്കിലും TM ജേക്കബ് ആണെങ്കിലും അങ്ങനെ അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ചില നേതാക്കന്മാരുടെ അഭാവം, PJ കുര്യൻ അടക്കം, അത്തരം ചില അഭാവങ്ങൾ ഇവരെ നന്നായി അലട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJP എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് അവർക്ക് എത്തിച്ചേരേണ്ടി വന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. മാത്രമല്ല, ഭൂരിപക്ഷ സമുദായം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും, അതായത് ഹൈന്ദവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഒട്ടൊക്കെ ഇവിടെ ഇസ്ലാമിൽ നിന്ന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും ക്രിസ്തീയ വിശ്വാസികളും നേരിടേണ്ടി വരുന്നുണ്ട്. ലവ് ജിഹാദ് അടക്കമുള്ള വിഷയത്തിൽ നമ്മൾ അത് കണ്ടതാണ്. ആ സാമൂഹിക യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJPയോട് അടുത്തു വരാൻ അല്ലെങ്കിൽ BJPയുമായി ഒരു സഖ്യം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായത്. അതുമാത്രമല്ല, കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്പം മോശമായ കാര്യം തന്നെയാണെന്ന് ഞാൻ പറയും. ഇങ്ങനെ കേരളത്തിലെ BJP ഇത്രയധികം മുട്ടിലിഴയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ നോക്കൂ, രാജീവ് ചന്ദ്രശേഖർ ചെയ്ത ചില കാര്യങ്ങളെ ഞാൻ അനുകൂലിക്കുന്നു, ചില കാര്യങ്ങളെ എതിർക്കുന്നു. അനുകൂലിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായി തന്നെ ആ സമയത്ത് ഒരു ഇടപെടൽ നടത്തി അദ്ദേഹം ഒരു ഡെലിഗേഷനെ അവിടേക്ക് അയച്ചു. അത് ശരിയായ കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരാൾ പറയുന്നു ഞാനൊരു വ്യാജ കേസിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കേസ് ഉണ്ടാകുന്നു, ഒരു സെൻസിറ്റീവായ വിഷയം ഉണ്ടാകുന്നു, ആ സെൻസിറ്റീവായ വിഷയത്തിൽ രണ്ടുപേരെ അവിടേക്ക് അയച്ചു അല്ലെങ്കിൽ റെപ്രസെന്റേഷന് വേണ്ടി അയച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ആ ഘട്ടത്തിൽ, ആ അയക്കുന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന അല്പം അതിര് കടന്നതായി പോയി എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ മതപരിവർത്തനം നടന്നിട്ടില്ല എന്നും, അതുപോലെ ഇന്നലെ മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഛത്തീസ്ഗഡിലെ അവിടെ നിന്ന് തന്നെ കുറച്ച് പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു സാഹചര്യം, ആ പെൺകുട്ടികൾക്ക് പലർക്കും ആധാർ അടക്കമില്ലായിരുന്നു എന്നുള്ള സാഹചര്യം ഇന്നലെ മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പത്രത്തിലില്ല, കാരണം ഓൺലൈൻ ഒന്നും ആരും തേടിപ്പിടിച്ച് വായിക്കാത്തത് കൊണ്ടാണ് ഈ ഓൺലൈനിൽ കൊടുത്തു എന്ന് വരുത്തുകയും വേണം, ചോദിച്ചാൽ ഞങ്ങളുടെ ഓൺലൈനിൽ ഉണ്ടല്ലോ എന്ന് പറയുകയും ചെയ്യാം. അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്ത കുട്ടികളെയാണ് 10,000 രൂപ ശമ്പളത്തിൽ ഇപ്പോൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ മൊഴി പുറത്തു വരുമ്പോൾ നമുക്കതിലൊക്കെ തീർച്ചയായും അതിലെതിരഭിപ്രായമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ മതപരിവർത്തനം ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണെന്നേ. മതപരിവർത്തനം ഇല്ല എന്ന് എങ്ങനെയാണ് പറയുക? മിഷണറി പ്രവർത്തനത്തിന്റെ പേരിൽ മതപരിവർത്തനം വ്യാപകമായി നടക്കുന്നുണ്ട്, കേരളത്തിൽ അടക്കമുണ്ട്. കേരളത്തിൽ ഈ മിഷണറി പ്രവർത്തനത്തിന് അപ്പുറത്തേക്ക് ഇപ്പൊ നമുക്കറിയാം, ചില ഇപ്പൊ പോട്ട പണ്ടുണ്ടായിരുന്ന ഒരു ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ചേർത്തലയിൽ ഇപ്പൊ ഒരു ധ്യാന കേന്ദ്രമുണ്ട്, ഒരു പേര് ഞാൻ മറന്നു, ഒരു മാതാവിന്റെ ധ്യാന കേന്ദ്രം ഇപ്പോ കൃപാസനം. അതുപോലെ തന്നെ തങ്കു ബ്രദർ എന്ന് പറയുന്ന ഒരാൾ, ഏറ്റവും കൂടുതൽ SNDP-ക്കാരെ മതം മാറ്റിക്കൊണ്ട് പോയിട്ടുള്ളത് ഈ തങ്കു പാസ്റ്ററാണ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളിലുമുണ്ട്. ഒരു പക്ഷേ ഇവർ പറയുന്നത് മതപരിവർത്തനം ഇല്ല എന്ന് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം, രേഖകളിൽ അവർ ഹിന്ദുക്കളായി തന്നെ നിന്നെങ്കിൽ മാത്രമേ അവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈ അവിടെ പോയി ക്രിസ്തീയ മതവിശ്വാസത്തിലുള്ള പലരും SC/ST ആനുകൂല്യങ്ങൾ പറ്റുന്നവരാണ്. യഥാർത്ഥത്തിൽ ഹൈന്ദവ വിഭാഗത്തിലുള്ളവരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുകയും അതിനുശേഷം അവർ മതം മാറി എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെറിയ പാൽപ്പൊടിയോ 2 ഷീറ്റോ
അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മതം മാറിയിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പൊ അങ്ങനെ മതം മാറിപ്പോയ ആൾക്കാർ നിരവധിയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഓരോ വ്യക്തിയും ആത്മവിശകലനം ചെയ്യണം. ഈ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് മതപരിവർത്തനം ഇല്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. രാജീവ് ചന്ദ്രശേഖർ ബാംഗ്ലൂരിലാണ് ആയിരുന്നുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഏതായാലും മതപരിവർത്തനം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ചുറ്റളവിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചുറ്റളവിൽ തന്നെ ഒരു 2 കിലോമീറ്റർ, നമ്മുടെ വീട് നിൽക്കുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര പേർ മതം മാറിയിട്ടുണ്ടാവും? എനിക്കറിയാം, സുശേഷം പറഞ്ഞുകൊണ്ട് മതം മാറിയവരെ എനിക്കറിയാം. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ എന്റെ അനുഭവം കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെല്ലാം കൂടി സംഘടിത ശക്തിയായി തെരുവിലിറങ്ങേണ്ട ആവശ്യം എന്താണ്? 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കന്യാസ്ത്രീകളെ നിയമപരമായി ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നിയമപരമായി അവർക്ക് കോടതിയിലേക്ക് പോകേണ്ടതിന് പകരം എന്തിനാണ് കേരളത്തിലെ സഭകളെല്ലാം ഇറങ്ങി ഇങ്ങനെ ബഹളം വെക്കുന്നത്? അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സഭയും BJP-യുമായി ഉണ്ടാക്കിയ എല്ലാ ബന്ധങ്ങളെയും തച്ച് തകർത്തുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ കുടിച്ച ചായയുടെയും കഴിച്ച കേക്കിന്റെയും കണക്ക് വരെ പറഞ്ഞ ഇവരെ എങ്ങനെയാണ് അവരുടെ വോട്ടുകൾ നമ്മളിലേക്ക് വരും, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ BJP-യിലേക്ക് വരും എന്ന് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ വിശ്വസിക്കുക? അവിടെയല്ലേ യഥാർത്ഥ പ്രശ്നം. കേരളത്തിൽ ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി അരമനയിലേക്ക് വരേണ്ടതില്ല, അരമനയിലേക്ക് ചായ കുടിക്കാൻ വരേണ്ടതില്ല, അല്ലെങ്കിൽ അരമനയിലേക്ക് വരേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതൊരു വെല്ലുവിളി തന്നെയാണ്. അതായത് സംഘടിത ശക്തിയായി നിലകൊള്ളാനുള്ള അവരുടെ അവസാനത്തെ ശ്രമമാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സംശയം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണം BJP-ക്ക് നിലനിർത്തണമെങ്കിൽ ഈ പറയുന്ന സഭയുടെ ഒന്നും സപ്പോർട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാവശ്യമില്ല. പക്ഷെ കേരളം പോലുള്ള, അതുപോലെ തന്നെ ഈ മിസോറാം, അങ്ങനത്തെ ചില സംസ്ഥാനങ്ങളിൽ BJP-ക്ക് സഭയുടെ സപ്പോർട്ട് വേണം. അത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ മുട്ടിലേണമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായും അതെ. എല്ലാ സ്ഥലത്തും ഇപ്പൊ എല്ലാ അരമനകളും പോയിക്കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അരമനകളിൽ പോകുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ സമയത്ത് അരമനയിലേക്ക് ചെന്ന് വിശദീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഭൂരിപക്ഷ വിഭാഗമായി ഹിന്ദുവിന്റെ വോട്ട് തന്നെയാണ് BJP-യുടെ വോട്ട് ബാങ്ക്. അത് അന്നും ഇന്നുമല്ല. ഇപ്പോ കുറെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോ അവസാന ഘട്ടം നോക്കുകയാണെങ്കിൽ PC ജോർജ് അടക്കം, PC ജോർജ് പോലും ഒരു കാലത്ത് സഭയ്ക്ക് വേണ്ടി നിന്നവരാണ്. അപ്പോൾ അവരടക്കം BJP-യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യബോധത്തോട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു സംഘടിത ശക്തിയായി BJP എന്ന് പറയുന്നത്, ഇനി കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും അധികാരത്തിൽ വരില്ല എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ ക്രിസ്ത്യാനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യാനി ഇവിടെ BJP-യിലേക്ക് വന്നിട്ടുള്ളത്. ഈ വെള്ളാപ്പള്ളി നടേശനും മകനും എടുത്ത പോലെ ഒരു ഡിപ്ലോമാറ്റിക് നിലപാട് മാത്രമാണ് ഇതിലുള്ളത്. ഇതിൽ എത്രത്തോളം വോട്ടുകൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും, എത്രത്തോളം വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സെക്കൻഡ് കൊണ്ട് തന്റെ അരമനയിലേക്ക് വരേണ്ട, കുടിച്ച ചായയുടെയും ഒക്കെ കണക്ക് പറയുന്ന, അല്ലെങ്കിൽ കഴിച്ച കേക്കിന്റെ കണക്ക് പറയുന്ന ഈ അച്ഛന്മാരടക്കമുള്ള, അച്ഛന്മാരാണല്ലോ സാധാരണഗതിയിൽ ക്രിസ്തീയ മതവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് നിർണ്ണയിക്കുന്നത്. NSS-നെയോ SNDP-യെ പോലെയല്ല. NSS ഒന്നും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും NSS പറയുന്ന ഒരാൾക്കും വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് NSS ഒന്നും പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യില്ല. ഞാൻ എന്റെ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ. നേരെ മറിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലച്ചൻ തലേന്ന് വായിക്കുന്ന ഇടയലേഖനമാണ് ആരെ തെരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ശബരിമലയ്ക്ക് ശേഷം എന്താണ് ഉണ്ടായത്? അതേപോലെ തന്നെ ഈ പറയപ്പെടുന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ 30 MLA-മാരുണ്ട് ഛത്തീസ്ഗഡിൽ. അവർക്കില്ലാത്ത പ്രശ്നം എന്താണ് കേരളത്തിലെ ആൾക്കാർക്കുള്ളതെന്ന് ചോദിക്കണ്ടേ? കൃത്യമായി അത് ചോദിക്കണ്ടേ? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ഒരു സെക്കൻഡ് കൊണ്ട് ഇറങ്ങി അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എങ്ങനെയാണ് പറയുക? മറ്റൊരു സ്റ്റേറ്റിന്റെ ഫെഡറൽ സംവിധാനത്തിൽ ഇടപെടാൻ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരു സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് എന്താണ് അതിൽ അധികാരമുള്ളത്? അവിടെ ഒന്ന് റെയിൽവേ ആണ് കേസെടുത്തിരിക്കുന്നത്. റെയിൽവേ കേസെടുത്ത് പോലീസിനെ കൈമാറുകയായിരുന്നു. ആ പെൺകുട്ടികളുടെ കയ്യിൽ രേഖകൾ ഉണ്ടായിരുന്നില്ല. അവിടെ നക്സൽ ബാധിത പ്രദേശമായിരുന്നു. അവിടത്തേക്ക് എങ്ങനെയാണ് ഈ കന്യാസ്ത്രീകൾ അവിടെ എത്തപ്പെട്ടത്? ഈ നക്സൽ ബാധിത പ്രദേശത്തേക്ക് ഒരു പത്രപ്രവർത്തകന് പോലും പോകാൻ കഴിയില്ല. അവരുമായി ബന്ധം, നിതാന്ത ബന്ധവും അവരെ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല എന്ന് ബോധ്യവുമുള്ളവരെ മാത്രമേ അവരുടെ ഇടയിലേക്ക് കയറ്റുകയുള്ളൂ. അവർ ഫോണിൽ പോലും സംസാരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളിടത്ത് ഒരാൾ കൊണ്ടുവന്ന് ഈ 3 പെൺകുട്ടികളെ കൈമാറുന്നു. ഈ പെൺകുട്ടികളെ കൈമാറുന്നു. ഇവിടെ വലിയ പ്രശ്നം ഇപ്പൊ കോലാഹലം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പലരും പറയുന്നു, ഇന്നിപ്പോ ഒരു ആൻഡ്രൂസ് താഴത്ത് എന്ന് പറയുന്ന അച്ഛനാണെന്ന് തോന്നുന്നു പറയുന്നു, അവസാനത്തെ ക്രിസ്ത്യാനിയും ഉണ്ടാകും വരെ ഇവിടെ മിഷണറി പ്രവർത്തനം തുടങ്ങുമെന്ന്. അത് ഭാരതത്തിലായതുകൊണ്ടാണ് പറയാൻ കഴിയുന്നത്. ഹിന്ദു ഇവിടെ മെജോറിറ്റി ആയതുകൊണ്ട് ഹിന്ദുവിന്റെ സഹനശക്തി കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പോലും കഴിയുന്നത്. അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട് BJP-യെ തള്ളിപ്പറയുകയും BJP-യെ തീണ്ടാപ്പാട് അകലെ നിർത്താൻ ആഹ്വാനം ചെയ്യുകയും റോഡിലിറങ്ങി സമരം നടത്തുകയും ചെയ്യുന്ന ഇവരെ ഏത് തരത്തിലാണ് BJP വിശ്വസിക്കേണ്ടത്? ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നല്ലേ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു പ്രശ്നമുണ്ടായാൽ, അത് മാത്രമല്ല ആ പ്രശ്നത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ അവർ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ നടക്കുന്ന കേസാണ്. രാജീവ് ചന്ദ്രശേഖരനെ ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഭംഗിയായി അവർക്ക് വേണ്ടി അവിടെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ എന്തിനാണ് എന്ത് സ്വാധീനം ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ഒറ്റ ശക്തിയായി നിന്ന് സ്വാധീന ശക്തിയായി വളരാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാനും സ്വാധീന ശക്തിയായി വളരാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പണ്ട് മുതൽ എതിർക്കുന്നതാണ് ബി. പിന്നെ എന്തുകൊണ്ടാണ് ബി ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? ബി വോട്ട് കിട്ടാൻ അരമനകളിലേക്ക് പോകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ബി.ജെ.പിയിലേക്ക് പല ദേശീയവാദികളായ ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കമുള്ള പോസ്റ്റുകൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. അതിൽ എത്ര ക്രിസ്ത്യാനികൾ വന്ന മതപരിവർത്തനത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, എത്ര ദേശീയവാദികളായ ജോൺ ഡിറ്റോ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രസക്തിയുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ദേശീയതയോടൊപ്പം നിൽക്കുന്ന ക്രിസ്ത്യാനികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തിനാണ് അത്തരത്തിലുള്ളവർ മതിയെന്നേ? ഇപ്പൊ ജോർജ് കുര്യൻ എടുത്ത നിലപാട് കണ്ടില്ലേ? അദ്ദേഹം കൃത്യമായ കാര്യം പറഞ്ഞില്ല. ഞാൻ ഒരു മന്ത്രിയാണ്, ഒരു വിഭാഗത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ നിലപാട് സ്വാഗതാർഹം തന്നെയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് വളരെ കൃത്യമായി ഒരു സഭ എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങളെയും ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ളത്. 2021 ഇതേ സ്ഥലത്ത് ഒരു പുരോഹിതനെയും 3 പാസ്റ്ററെയും മതപരിവർത്തനത്തിന് പിടിച്ചിട്ടുണ്ട്. അന്ന് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇവിടുത്തെ സഭ ആ വിഷയത്തിൽ ടേക്കപ്പ് ചെയ്യാതിരുന്നത്? ആ വിഷയത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ട് ഉണ്ടാകാതിരുന്നു? മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തന്നെയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടേ, ബി.ജെ.പി അല്ലല്ലോ ഈ നിയമം കൊണ്ടുവന്നത്. എത്രമാത്രം ഭീതിതമായിരുന്നു അവരുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? യഥാർത്ഥത്തിൽ യാതൊരു കാരണവശാലും ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുമായി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ നേതൃത്വവുമായി സംസാരിക്കാൻ അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖർ പോകരുത്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ബി.ജെ.പിയിലേക്ക് ആവശ്യക്കാർ തിരക്കി വരും, കൃത്യമായി വരും, ഒരു സംശയം വേണ്ടതില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൽ നിന്ന് നേരിടുന്ന ഭീഷണി അത്രത്തോളം അവർക്കുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഭീഷണി നേരിടുന്ന അവർ നമ്മളിലേക്ക്, ബി.ജെ.പിയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ ഒരു കാരണവശാലും കീഴടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും എന്തായാലും ഈ ബി.ജെ.പിയുടെ ഈ ഒരു നടപടി, അല്ലെങ്കിൽ കേരള അധ്യക്ഷന്റെ ഈ നടപടി കൃത്യമായി അണികളിലും വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത് അവർ തന്നെ വിലയിരുത്തി പരിഹാരങ്ങൾ കാണട്ടെ.